ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ എന്താ പറയാ, റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് മാൻ സിറ്റി ജയിച്ചു എന്നാണ് ഈ പറയാ. അതും പറഞ്ഞാവൂലി എന്താ പറയാ, ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കുള്ളൂ എന്തായാലും റയൽ മാഡ്രിഡ് തോറ്റു എന്ന് വേണം പറയാൻ. ഫാൻസ് ഒക്കെ നിരാശരാണ്, നമുക്കറിയാം. അത്രയും അവർ അത്ര ബ്രില്യൻ്റ് ആയിട്ട് കളിച്ച് ജയിച്ചു എന്നല്ല, എന്നാലും ഒരു തോൽവി തന്നെയാണ് അത്. സാബി അലോൻസോനെ എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ ബാക്ക് ചെയ്യുന്നുണ്ട്. റോഡ്രിഗോ ആണെങ്കിലും കിടിലം കളി തന്നെയായിരുന്നു. ആള് 90 മിനിറ്റ് ആദ്യമായിട്ടാണ് സാബി അലോൻസോന്റെ കീഴിൽ കളിക്കുന്നത്. പക്ഷെ ഇപ്പൊ സാബിക്ക് മനസ്സിലായിട്ടുണ്ടാവും ആളൊരു കിടിലം പ്ലെയർ തന്നെയാണെന്ന്. എന്താ പറയാ, ഒരു ടോപ്പായിട്ടുള്ള കളി തന്നെയായിരുന്നു ആളുടെ. എന്തായാലും എടുത്തു പറയേണ്ട കുറെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഗോള് മാത്രമല്ല, ആളുടെ കയ്യിൽ എപ്പോഴൊക്കെ പന്ത് കിട്ടുന്നോ ആൾ അപ്പോഴൊക്കെ ഡേഞ്ചർ ആണെന്ന് പറയാം. കളി കഴിഞ്ഞപ്പോ പെപ്പും പറഞ്ഞതാണത്. അപ്പൊ ആളുടെ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക്. അത്യാവശ്യം 5 ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 2 ബിഗ് ചാൻസ്. അപ്പൊ ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നിക്കോറിയിൽ എന്താ പറയാ, ഒരു കിടിലം പ്ലെയർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ മാൻ സിറ്റിക്ക് ഫൈനലി ഒരു നല്ലൊരു ലെഫ്റ്റ് ബാക്കിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം കുറെ നാൾക്ക് ശേഷമാണ് അവർക്ക് കിട്ടിയേക്കണത്. അവരുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ്. ആദ്യ ഗോൾ അടിച്ച് ആൾ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ചും. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. ഫൈനലി പെപ്പിന് വേണ്ട ഒരു ലെഫ്റ്റ് ബാക്കിനെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാം അത്രയും ടോപ്പായിട്ടുള്ള ഒരു കളിയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പായിട്ടുള്ള കളി തന്നെയാണ് ആൾ പ്രീമിയർ ലീഗിലും കളിക്കുന്നത്. പിന്നെ ആ ഒരു ഗോൾ അടിച്ചത് ഹാളൻഡാണ്. നമുക്കറിയാം ആളൊരു ഗോൾ മെഷീൻ തന്നെയാണ്. പിന്നെ ബെല്ലിഹാമിന്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. ഇപ്പൊ 2-3 കളിക്ക് ശേഷം അത്യാവശ്യം ആ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ട് ഓവറോള് ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് കളിച്ചെന്ന് പറയാം. പക്ഷെ വിനിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗോൾ അടിച്ചില്ല, ഒന്നുമില്ല. അവർക്ക് കിട്ടിയ ചാൻസുകളെല്ലാം വെറുതെ വേസ്റ്റ് ആയി കളയുമായിരുന്നു. വേണമെങ്കിൽ റയലിന് ജയിക്കായിരുന്നു. പക്ഷെ എന്നിട്ടും ആളുടെ ഭാഗത്തു നിന്നൊരു പെർഫോമൻസ് വന്നില്ല എന്നുള്ളതാണ്. പിന്നെ കരാരേസ് വാട്ട് എ പ്ലെയർ, എന്താ പറയാ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ശാപം എന്നാണ് തോന്നണത്. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. യുണൈറ്റഡ് വിട്ടുപോയി. അപ്പൊ എന്തായാലും റയൽ മാഡ്രിഡിന് ഒരു വമ്പൻ പ്ലെയറെ തന്നെയാണ് കിട്ടിയേക്കണത്. സോ ആളുടെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എന്താ പറയാ, റയൽ മാഡ്രിഡ് തോറ്റു എന്ന് പറയാം. പക്ഷെ അവർ നന്നായിട്ട് തന്നെ പൊരുതിയാണ് കളിച്ചത്. നമുക്കറിയാം കുറെ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടീം മൊത്തത്തിൽ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കളിച്ചു. പക്ഷെ ഫൈനലി റിസൾട്ട് അവർക്ക് അനുകൂലമായിട്ട് വന്നില്ല എന്നുള്ളതാണ്. എന്താ പറയാ, ഒരു ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേറ്റിംഗ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റയാൻ ജെർക്കിയുടെ അടിപൊളി ഈ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ആള് ടോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ. സോ റയൽ മാഡ്രിഡ് ഇനി എന്തായാലും അവർ തിരിച്ചു വരും, നമുക്കറിയാം. പിന്നെ അതല്ലാതെ ആഴ്സണലി ക്ലബ് ബർഗിനെ തോപ്പിച്ച് 3-0 ആർട്ടറ്റ വീണ്ടും ഒരു വിജയം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. 6-6 വിജയം എന്ന് വേണമെങ്കിൽ പറയാം. 3-0 എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെയായിരുന്നു അവർ നേടിയെടുത്തത്. എന്താ പറയാ, മഡ്വക്കെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആള് 2 ഗോൾ അടിച്ചു. കിടിലം കളി തന്നെയായിരുന്നു. ആളുടെ മാൻ ഓഫ് ദ മാച്ചും വാങ്ങിച്ചിട്ടുണ്ട്. സോ ചെൽസിന്നൊക്കെ പോന്നിട്ട് ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാം ഇന്നലത്തെ. ആളുടെ റണ്ണാണെങ്കിലും ട്രിബിളിംഗ് ആണെങ്കിലും എല്ലാം ടോപ്പ് തന്നെയാണ്. എല്ലാവരെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട് ആള്. ആദ്യത്തെ ഗോൾ തന്നെ ടോപ്പായിരുന്നു. ആ ഒരു കോർണറിൽ ആ ഒരാൾ പിടിച്ചിട്ട് പോലും പുള്ളിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതല്ലാതെ കളിച്ചത് മാർട്ടിനല്ലിയുടെ ഗോളായിരുന്നു. അതും അത്യാവശ്യം ബോക്സിന്റെ പുറത്തുനിന്ന് അടിപൊളി ഗോളാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മാർട്ടിനല്ലി ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ 5 കളിയിൽ 5 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ സുബമെൻഡിയുടെ പെർഫോമൻസ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ആളുടെ ചാൻസ് ക്രിയേഷൻ ആണെങ്കിൽ ആളിപ്പോൾ ബാക്ക് ടു ബാക്ക് കളിക്കുന്നുണ്ട്. ആളിന്റെ ഒരു എന്താ പറയാ, ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. പക്ഷെ അത് മാച്ചിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ടോട്ടലി ടീം മൊത്തത്തിൽ കളിച്ചു. ഡിഫൻസിൽ നമുക്കറിയാം അവർക്കിപ്പോൾ കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരിപ്പോൾ 1-ാം സ്ഥാനത്താണ്. ചാമ്പ്യൻസ് ലീഗിൽ 6 കളിയും ജയിച്ചിട്ടുണ്ട്. കപ്പടിക്കൂല്ല എന്നൊക്കെ നമുക്ക് കാണാം.